ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു മലയാളം സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിൻ്റെ പ്രിയ നടനായ മോഹൻലാൽ ആദ്യമായി ദർശനം ചെയ്ത ബറോസ് എന്ന് പറയുന്ന സിനിമ 3D സിനിമയാണ് ബറോസ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ നേരെ ബറോസ് റിവ്യൂ നമുക്ക് നോക്കാം. മലയാളത്തിൻ്റെ ഒരു 40 കൊല്ലത്തിൽ കൂടുതലായി ഈ ഒരു ഫീൽഡിൽ ഒരു സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന നേരത്ത് നമുക്ക് ഏറെ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെയാണ്. സിനിമ ബെസ്റ്റായിട്ട് വരും, കാരണം ക്യാമറയുടെ പുറകിലും മുന്നിൽ നിന്ന് 40 വർഷത്തിൽ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പുതുമ പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷേ എനിക്ക് തീർത്തും നിരാശയാണ് ഈ സിനിമ തന്നത്. കാരണം ഒരു രീതിക്കുമുള്ള ഒരു മികച്ച ഒരു ഇത് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റിയില്ല. അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച കഥയുടെ ഒരു അംശം പോലും എനിക്ക് ഉൾക്കൊള്ളാനും കാണാനോ ഒന്നും പറ്റിയില്ല. മേക്കിംഗ് കൊണ്ട് വളരെ മോശമായിരുന്നു ബറോസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇത് ഒരു ഡ്രാമയ്ക്ക് പിന്നെ ഉണ്ടൊരു ഇത്. കാരണം ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആശയങ്ങളും മെസ്സേജും ഒക്കെ ഒരുപാട് തരും. ഇവർ നിധി കാക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കഥയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതും 3Dയിൽ കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിച്ചു. 4 പതിറ്റാണ്ടുകളായിട്ട് ഒരാളുടെ നിധി കാക്കുന്ന ഒരു ഭൂതമാണ് ഈ ബറോസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഡി ഗാമ തമ്പുരാൻ്റെ നിധി കാക്കുന്ന ഭൂതമാണ് ബറോസ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഇത്രയും ഒരു സെൻസിറ്റീവായിട്ടുള്ള സംഭവം കൊണ്ടുവരാൻ നേരത്ത് അതിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധിക്കാമായിരുന്നു. സീക്വൻസ് ബൈ സീക്വൻസും പറയാൻ ആഗ്രഹിച്ച കഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു കഥാ എലമെൻ്റ് അല്ലെങ്കിൽ രംഗങ്ങൾ ഈ പറയുന്ന കഥയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ പോലും ഒരു ചർച്ചയാക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ വേറെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇതൊരു ഹോളിവുഡ് സിനിമ സ്റ്റൈൽ മേക്കിംഗ് ആണ്. അതായത് നമ്മളിപ്പം ഇത് ഫുള്ള് മലയാളം സിനിമയിലാണ് വന്നിരിക്കുന്നത്. മലയാളമാണ് ഏറ്റവും ലീഡിങ് ലാംഗ്വേജ്. പിന്നെ അത് പോർച്ചുഗീസ് വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് ഭാഷ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ക്ലീൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ മലയാളം തന്നെയാണ് സിനിമയുടെ ഒരു ലാംഗ്വേജ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഏതെങ്കിലും ഹോളിവുഡ് സിനിമകൾ ഡബ്ബിങ് ചെയ്ത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നിപ്പോൾ. പിന്നെ മോഹൻലാൽ, മായ റാവു വെസ്റ്റി, ഇൽഗാനോ മറ്റോസ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ, സ്പാനിഷ് ആക്ടറാണ്. പുള്ളിയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരിക്കുന്നത്. ഈ 3 പേരെ പേര് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഒരു സന്യാസിയായിട്ടൊക്കെ ഒരു റോളും കാര്യങ്ങളും കൊണ്ടുവരാൻ വരുന്നുണ്ട്. അതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും പറയേണ്ട ഒരു കാര്യമില്ല, അത് നമുക്കറിയിട്ടൊന്നും നേടാനൊന്നുമില്ല. പിന്നെ കുറച്ച് ആഫ്രിക്കൻ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ പോർച്ചുഗീസ് താരങ്ങൾ, സ്പാനിഷ് താരങ്ങൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി വെച്ചേക്കാണ്. ഡി ഗാമ തമ്പുരാൻ്റെ നിധി കാക്കുന്ന ബറോസ് എന്ന് പറഞ്ഞ ഭൂതമായിട്ടാണ് മോഹൻലാൽ ഇവിടെ വരുന്നത്. ഈ വ്യക്തിനെ ഒരു ഭൂതമായി ക്രിയേറ്റ് ചെയ്യപ്പെടണം, മന്ത്രവാദം കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രീതിക്ക് മാറ്റിക്കൊണ്ട് പോവുകയാണ്. പിന്നെ വുഡോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് മോഹൻലാൽ തമ്മിൽ ഭയങ്കര കോംബോയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ സിനിമ തീർത്തും കുട്ടികൾക്ക് വേണ്ടി എടുത്ത സിനിമയെന്നാണ് അവർ പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സിനിമ തയ്യാറാക്കിയത്, അതാണ് ഇവരുടെ തീമും കാര്യങ്ങളൊക്കെ എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ കുട്ടികൾ മാത്രം കണ്ടാൽ മതിയോ? ഇത് പാരൻസ് കാണും, വലിയ ആൾക്കാർ കാണും, ഫാൻസ് കാണും. ആ ഒരു കാര്യം വെച്ച് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുള്ളിക്ക് എങ്ങനെ തോന്നി ഇങ്ങനത്തെ ഒരു കൂതറ സിനിമ എടുത്തു വയ്ക്കാനായിട്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്ത് ചെയ്ത് വെച്ചേക്കാണെന്ന് ഒരു പിടുത്തമില്ല. ഒരു സ്റ്റോറി ലൈൻ കണ്ടിന്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ പറയാൻ വേണ്ടി ആഗ്രഹിച്ചൊരു കഥ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇങ്ങനെ കുറേ ഒരു മോശപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഡയലോഗ് ഇതൊരു എന്തോ ഒരു കലവൂരോ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ എഴുതിക്കുന്നത്. വളരെ മോശം ഡയലോഗ് എന്ന് വെച്ചാൽ വളരെ മോശം ഡയലോഗൊന്നും കൊള്ളത്തില്ല സിനിമയിൽ. പിന്നെ ഫൈറ്റ് സീക്വൻസ് മോഹൻലാലിനും വയ്യെന്നാ തോന്നുന്ന ഫൈറ്റ് ചെയ്യാനൊന്നും, അമ്മാതിരി ഒരു ഫൈറ്റ് സീക്വൻസ്. പിന്നെ എന്തൊക്കെയോ ചാടി പറക്കുന്നു, വാളെടുത്ത് വീശുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. എൻ്റെ അപ്പോൾ അസഹനീയമായ വെറുപ്പിക്കൽ. ഒരു മുട്ടയൊക്കെ അടിച്ച് മോഹൻലാൽ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നേരത്തുണ്ടോ നമുക്ക് ആ ഒരു പ്രൗഢിയുള്ള ആ ഒരു ലാലേട്ടൻ ഇതെന്ത് ഒരു റേഞ്ചാണ് നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ, പ്രതീക്ഷയോട് കൂടി തന്നെ വന്നത്. കാരണം ലാലേട്ടൻ ഡയറക്ഷൻ, 3D സിനിമ, ഇന്ത്യ കന്ന ഭൂതത്തിൻ്റെ കഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷനൊക്കെ ചെയ്ത് ഞാനൊക്കെ എന്തോരം ആവശ്യം അറിയാമോ, എനിക്ക് OTT കാണാൻ വേണ്ടി പറ്റിയത്. ആ ഒരു കാര്യം വെച്ച്
വളരെ മോശമായിപ്പോയി, വളരെ മോശം എന്ന് വെച്ചാൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു പുള്ളിക്ക് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റിപ്പോന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് ഇത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കൂതറ പടമെന്ന് വെച്ചാൽ വെറും വെറുപ്പിക്കൽ പടം. നമുക്ക് ഒരു സിനിമ എടുക്കാൻ നേരത്ത് നമ്മൾ എന്താണ് സിനിമയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിന് കുറച്ചെങ്കിലും ശ്രദ്ധ കൊടുത്ത് സ്ക്രിപ്റ്റ് റെഡിയാക്കി തയ്യാറാക്കേണ്ട ഒരു കാര്യം നമ്മുടെ തന്നെയാണ്. അത് ഏറ്റവും വലിയ ഒരു ഇതാണ്. എന്നാലേ പ്രേക്ഷകർക്ക് നമുക്ക് പിടിച്ചിരുത്താൻ വേണ്ടി പറ്റുന്ന രീതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. അത് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ, അനാവശ്യ കുറേ കാസ്റ്റിങ്ങുകൾ, എടുക്കുന്ന സീക്വൻസിലൊരു മികവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ തെറിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നൊരു പടം. ഈ 2-2.5 മണിക്കൂറൊക്കെ ഇരുന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട ആൾക്കാരൊക്കെ ഞാൻ നമസ്കരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എങ്ങനെ സഹിച്ച് കണ്ടു ഈ സാധനം ഇരുന്ന് അവിടെ അതിനകത്ത്? കുറേ 3D എഫക്റ്റും കളർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാത്രം കൊള്ളാം. ഒരു പോർച്ചുഗീസ് ചൈനീസ് ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ മറ്റേ ചൈനയിലെ മമ്മി സെറ്റപ്പ്, ഫറാവോ, ഇതൊക്കെ അങ്ങനത്തെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒരു ഹോളിവുഡ് ടച്ചിലുള്ളൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയെങ്കിലും മികച്ച കഥയില്ല, ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ല, ത്രില്ലിംഗ് ഇല്ല. ആ രീതിക്കത്തെ ഒരു കൂതറപ്പടം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ലാലേട്ടൻ ഫാനായിട്ടിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ലജ്ജാവഹം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ് പറയുന്നത്. വെറും മോശം പടം വെച്ചാൽ വെറും മോശം പടം, കൂതറപ്പടം. ഇത് ശ്രദ്ധിച്ചെടുക്കാമായിരുന്നു. ആ ഒരു നിധിക്ക് തന്ന ഭൂതം നിധി എടുക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഓവർ ഫാൻറ്റസി, ഓവർ 3D, കുറേ കളർ ഷെയ്ഡ്, കളർ എഫക്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ട് വെറുപ്പിക്കൽ. മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കഥാപാത്രവും അഭിനയവും പ്രതീക്ഷിച്ചിരുന്നില്ല. മോശം, വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം പടം. ഇത് മാത്രമാണ് എനിക്ക് ബറോസ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാനുള്ളത്. അസഹനീയമായൊരു പടം. നിങ്ങൾ ആരും തിരിച്ചത് പോയി കാണാൻ വേണ്ടി ശ്രമിക്കരുത്. ഇത് ഫോണിൽ കണ്ടാലും തിയേറ്ററിൽ ഇരുന്ന് കണ്ടിരുന്നാലും എല്ലാം കൊണ്ടും ഒരു ദുരന്തം തന്നെയാണ്. അതുകൊണ്ട് ദയവിച്ചത് കാണാൻ വേണ്ടി ശ്രമിക്കരുത്. പിന്നെ എന്ത് തേങ്ങയാണെന്ന് അറിയാൻ വേണ്ടിയുള്ളവർക്കുണ്ടെങ്കിൽ അടിച്ചിരുന്ന് കാണാം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്രേ ഉള്ളൂ ബറോസ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിവ്യൂ. ഒരു നല്ല കഥ എലമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡയറക്ടറുടെ കയ്യിൽ നിന്ന് പോയ പിഴവ്, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം. എടുത്തിരിക്കുന്ന സീക്വൻസ് ബൈ സീക്വൻസ് ഒരു തേങ്ങയില്ല, പറഞ്ഞ കഥയിൽ എന്താണെന്ന് കാര്യങ്ങളൊന്നുമില്ല. പ്രണവ് മോഹൻലാൽ, ഗുരു സോമസുന്ദരം ഒക്കെ മാത്രമേ നമുക്ക് അറിയുന്ന തരങ്ങളുള്ളൂ. ആൻ്റണി പെരുമ്പാവൂരുണ്ട്, എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുന്നുണ്ട് ആൻ്റണി പെരുമ്പാവൂരൊക്കെ, ഒന്നുമില്ല. പിന്നെ പ്രണവ് മോഹൻലാൽ ഇവിടെ നിന്നൊക്കെ വരുന്നു. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ വെറുപ്പിക്കൽ, അനാവശ്യമായ ഫൈറ്റ് സീക്വൻസ്, ദേഹം എടുത്ത് കൈ ഒന്ന് പൊക്കി അടിക്കാൻ പോലും പറഞ്ഞ ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങൾ ഉൾപ്പെടുത്തി വെറുപ്പിക്കൽ അഭിനയം. ഇതൊക്കെയാണ് ബറോസ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. മികച്ചതെന്ന് തോന്നിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇതിനകത്ത്. ഇതിൽ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പോലും എന്ത് ചെയ്യണമെന്നില്ല ആ പെൺകുട്ടിക്ക് അറിയാൻ വയ്യ. മായ റാവ് വെസ്റ്റ്, അങ്ങനത്തെ ഒരു അസഹനീയമായ ഒരു സിനിമയായിപ്പോയി ഒരു ബറോസ് എന്ന് പറഞ്ഞ സിനിമ. ഇതാണ് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല, വെറുപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ആ ഒരു കാര്യം വെച്ച് ഇത്രയൊക്കെയുള്ള പറഞ്ഞിട്ട്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷം റിവ്യൂ ആയിട്ട് പറഞ്ഞ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.